പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന സൂചന നൽകി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടമാണ് നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ. അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു. രാവിലെ 11 മണിക്ക് സർവകക്ഷി യോഗവും ചേരും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അതിശക്തമായ തിരിച്ചടി ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണോ പുറത്തുവരുന്നത്? 9 ഭീകരകേന്ദ്രങ്ങളാണ് ഭാരതത്തിന്റെ ധീരസൈനികർ തകർത്തത്. എന്നാൽ 21ഓളം ഭീകരകേന്ദ്രങ്ങളുണ്ട്. അതൊക്കെയും നാമാവശേഷമാക്കും. ഓപ്പറേഷൻ 2 സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണോ നമുക്ക് ലഭ്യമാകുന്നത്? സുരേഷ്, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് 21 കേന്ദ്രങ്ങളുണ്ട് ഇത്തരം ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങൾ. ഒപ്പം തന്നെ ഭീകരന്മാരെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറ്റുവാൻ വേണ്ടി പരിശീലിപ്പിച്ച് അത്തരത്തിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ വേണ്ടിയുള്ള സെൻറ്ററുകളായി പാകിസ്ഥാൻ കരുതി വെച്ചിരിക്കുന്ന 21 സെൻറ്ററുകളുണ്ട്. അതിൽ 9 മാത്രമാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഭാരതം തകർത്തത്. ബാക്കിയുള്ളവ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും അതും ഈ ഭാരതത്തിൻ്റെ ടാർഗറ്റിൽ ഉൾപ്പെട്ട് തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയൊരു ഭയപ്പാടിലും ആശങ്കയിലുമാണ് നിലനിൽക്കുന്നത്. ഏത് സമയവും ഭാരതം തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു പ്രത്യാക്രമണം ഉണ്ടാകാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കൂടുതൽ വേർഷൻ ഉണ്ടാകാം തുടങ്ങിയ ആശങ്കകൾ ഇപ്പോഴും പാകിസ്ഥാനിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി മേഖലയിലേക്ക് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമുള്ള സൈനികരെ പാകിസ്ഥാൻ കൂടുതലായിട്ട് ഈ മേഖലകളിലേക്ക് വിന്യസിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അതിർത്തി മേഖലകളിലുള്ള ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന സ്ഥിതിയാണ്. നേരത്തെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടം ഈ അതിർത്തിയിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 മാസത്തേക്കെങ്കിലും കരുതിയിരിക്കുവാൻ, അതായത് അവശ്യ വസ്തുക്കൾ സംഭരിക്കുവാനും മരുന്നടക്കമുള്ളവ സംഭരിച്ച് 2 മാസം വീടിനുള്ളിൽ അടഞ്ഞിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടം അതിർത്തിയിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രധാനമായും ഈ മേഖലകളിൽ നിന്നും കൂടുതൽ ആൾക്കാരെ, ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന അവസ്ഥയാണ്. ഒപ്പം തന്നെ ഈ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ കൂടുതലായി കേന്ദ്രീകരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ നാവികസേന അംഗങ്ങളെ കൂടുതലായി ഈ അറബിക്കടൽ ഭാഗത്ത് വിന്യസിക്കുന്നു. അതേപോലെ തന്നെ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കം ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇങ്ങനെ പാകിസ്ഥാൻ സജ്ജമായി തന്നെ നിൽക്കുകയാണ്. കാരണം വലിയ ആശങ്കയും അതേപോലെ തന്നെ വലിയ ഭയവും പാകിസ്ഥാനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഭാരതം നയം വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേണൽ സോഫിയ ഖുറേഷി കരസേനയുടെ ഭാഗമായി നിന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിവരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയ കാര്യം അതുതന്നെയാണ്. 21 ഇടങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരതം കേന്ദ്രീകരിച്ചത്. അതിൻ്റെ മാപ്പ് സഹിതം കൃത്യമായി അടയാളപ്പെടുത്തിയതാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത്. മാത്രമല്ല ഈ 21 ഇടത്തിൽ 9 ഇടങ്ങൾ മാത്രമാണ് കൃത്യമായി കഴിഞ്ഞ ദിവസം ടാർഗറ്റ് ചെയ്തത്. അതായത് ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2.0 ഉണ്ടാകുമെന്നുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനോടകം തന്നെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി സൈന്യത്തിന് പൂർണ്ണമായിട്ട് തിരിച്ചടിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി. മാത്രമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നിയന്ത്രണ രേഖയിലേക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിരന്തരം പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം 15 സാധാരണക്കാരാണ് മരിച്ചത്. നിരവധി വീടുകൾ ഈ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു ജവാനും വീരമൃത്യു വരിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഭാരതത്തിന് ഈ അതിർത്തി മേഖലയിലേക്ക് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഭാരതത്തിന് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ വളരെ വ്യക്തമാക്കിയതാണ്. മിലിറ്ററി ബേസുകളെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക നയതന്ത്ര മേഖലകളെ ഒന്നും തന്നെ അടിക്കുവാൻ വേണ്ടി ഭാരതം തയ്യാറായില്ല. മാത്രമല്ല ഭാരതത്തിൻ്റെ ആക്രമണത്തിൽ ഭീകരർക്കല്ലാതെ ഒരു സാധാരണക്കാർക്കും ഒരു സിവിലിയനും പരിക്കുണ്ടായില്ല. അത് ഭാരതത്തിൻ്റെ വിശാല കാഴ്ചപ്പാടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഭാരതം അത്ര ഒരു വിശാല കാഴ്ചപ്പാട് പുലർത്തുമ്പോൾ ഭാരതത്തിൻ്റെ സാധാരണക്കാർക്കെതിരെ, സിവിലിയൻസിനെതിരെ, സാധാരണ കാശ്മീരികൾക്കെതിരെ നിരന്തരം ഇത്തരം ഷെല്ലാക്രമണങ്ങളിലൂടെയും അതേപോലെ തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിരന്തരം ഉറി, അതേപോലെ തന്നെ അഖ്നൂർ, അതേപോലെ തന്നെ മറ്റ് ബാരാമുള്ള അടക്കമുള്ള പോസ്റ്റുകൾക്ക് നേരെ നിരന്തരം പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ഷെല്ലാക്രമണങ്ങളും ഫയറിങ്ങുകളും തുടരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഭാരതത്തിന് പ്രത്യാക്രമണം വീണ്ടും നടത്തേണ്ട ഒരു സാഹചര്യം, അനിവാര്യമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രത്യാക്രമണം ഒന്നുകൂടി കടുപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം അതിർത്തിയിൽ പ്രകോപനം പാക് സേന തുടരുകയാണ്.